അയ്യോ, ലോ ബാറ്ററി. എൻ്റെ ചാർജർ എവിടെ? അൾട്രാ ബാറ്ററി സേവർ ഓൺ ചെയ്ത് വെച്ചില്ലല്ലോ. ഫോണിന്റെ ബാറ്ററി ലോ ആകുമ്പോൾ നമ്മൾ പാനിക് ആകും. ബട്ട് മാരേജിലാണെങ്കിലോ നോ ചാൻസ്, ലെറ്റ്സ് ബ്രേക്ക്. ഇങ്ങനെയല്ലേ? ഹാപ്പി ഡിവോഴ്സ്. ക്യാപ്ഷനിലാണെങ്കിൽ ഫ്രീഡം, ന്യൂ ബിഗിനിങ് ആൻഡ് സെൽഫ് ലവ്. ഒപ്പം ഫോട്ടോഷൂട്ടും കേക്ക് കട്ടിങ്ങും. ഇതൊക്കെയല്ലേ ഇന്ന് ട്രെൻഡ്. ഇസ്ലാം ഡിവോഴ്സിന് പെർമിഷൻ തന്നിട്ടുണ്ട്, എന്നാൽ അത് ഒരു പ്രൊമോഷൻ ആക്കിയിട്ടില്ല. ഇതിനർത്ഥം ഞാൻ പറഞ്ഞു വരുന്നത് ഡിവോഴ്സ് തെറ്റാണെന്നല്ല. ഇസ്ലാമിൽ തൊലാഖ് ഹലാലാണ്, ബട്ട് ഇറ്റ് ഈസ് എ ലാസ്റ്റ് ഓപ്ഷൻ, നോട്ട് എ എമർജൻസി എക്സിറ്റ്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ നേരത്തെ ഫോണിൻ്റെ ബാറ്ററി ലോ ആയപ്പോൾ പാനിക്കായി, അതുപോലെ തന്നെ ചാർജ് ചെയ്യാൻ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷെ മാരേജിൽ ചാർജ് ചെയ്യാൻ പോലും നമ്മൾ ശ്രമിക്കുന്നില്ല. ഇത് ഈഗോ കൊണ്ടാണെന്ന് പലരും പറയാറുണ്ട്. പക്ഷെ ഈഗോ മാത്രമല്ല, പടച്ചോന് സൂറത്തുൽ ആലിമ്രാനിൽ ഇതിനുള്ള യഥാർത്ഥ ഉത്തരം നൽകുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ വദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار وأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون. നിങ്ങൾ ഒന്നിച്ച് അള്ളാഹുവിൻ്റെ കയറിൽ മുറുകെ പിടിക്കുക. നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. നിങ്ങൾ അന്യോന്യം ശത്രുക്കളായിരുന്നപ്പോൾ നിങ്ങൾക്ക് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഓർക്കുകയും ചെയ്യുക. അവൻ നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ കൂട്ടിയിണക്കി. അങ്ങനെ അവൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾ സൗഹാർദ്ദത്തിലായി. നിങ്ങൾ അഗ്നികുണ്ഡത്തിൻ്റെ വക്കിലായിരുന്നു, എന്നിട്ട് അതിൽ നിന്നും നിങ്ങളെ അവൻ രക്ഷപ്പെടുത്തി. അപ്രകാരം അള്ളാഹു നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു തരുന്നു, നിങ്ങൾ നേർവഴിയിലാകാൻ വേണ്ടി. ആ കയറിൽ മുറുകെ പിടിച്ച റിലേഷൻ ചാർജ് ആവും. പക്ഷേ പിടിവിട്ടാലോ സിഗ്നലേ നഷ്ടമാകും. അതുകൊണ്ട് ഓർക്കുക, ബിഫോർ യു ലോക്ക് ഔട്ട് ഓഫ് ദ റിലേഷൻസ്, ചെക്ക് യുവർ ലിങ്ക് വിത്ത് അള്ളാഹ്.